കായംകുളം ഡിവൈഎഫ്ഐ മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ ലൈംഗിക ചൂഷണ പരാതി. കായംകുളം ഡിവൈഎഫ്ഐ മുൻ ഏരിയ സെക്രട്ടറിയും CPIM പത്തിയൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ പ്രേംജിത്തിനെതിരെ കേസെടുത്തു. എന്നാൽ തൻ്റെ മൊഴി പോലീസ് കൃത്യമായി രേഖപ്പെടുത്തിയില്ലെന്ന് പരാതിക്കാരി. ഇവിടെ അഞ്ജന ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അവിടുത്തെ സ്ഥാപന നടത്തിപ്പുകാരനായ പ്രേംജിത്ത് ഡിവൈഎഫ്ഐയുടെ നേതാവാണ്. പുള്ളിക്കാരനോട് ലൈംഗികപരമായ രീതിയിൽ സംസാരിക്കുകയും അങ്ങനെ പലതവണയായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് താക്കീത് നൽകുകയും പിന്നീടും പുള്ളിക്കാരൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവുകയും അങ്ങനെ ഞാൻ അവിടുന്ന് ജോലി വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. പലതവണ എന്നെ ലൈംഗികപരമായ കാര്യങ്ങൾക്ക് നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിർത്തതിനെ തുടർന്ന് ഞാൻ 10-ാം തീയതിയാണ് അവിടെ ലാസ്റ്റ് ജോലിക്ക് പോയത്. അന്ന് പുള്ളിക്കാരൻ എന്നെ ലൈംഗികപരമായ കാര്യങ്ങൾക്ക് നിർബന്ധിച്ച് അത് എതിർത്തതിനെ തുടർന്ന് പുള്ളിക്കാരൻ എന്നെ കള്ളക്കേസിൽ കൊടുക്കുമെന്നും എൻ്റെ വീട്ടുകാരെ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇത് മറ്റാരെങ്കിലോടും പറയുകയോ മറ്റും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ എന്നെ വെട്ടിക്കൊന്ന് കുറ്റിക്കാട്ടി കൊണ്ട് തള്ളുവെന്നാണ് പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ തത്സമയം ചേരുന്നു. മനീഷ്, യഥാർത്ഥത്തിൽ ഈ പ്രേംജിത്തിനെതിരെ കൃത്യമായി കേസെടുത്തില്ല എന്ന് പറയുന്ന പരാതിയിൽ കഴമ്പുണ്ടോ? SKN നിലവിൽ ഈ യുവതി ഉന്നയിക്കുന്നത് പോലീസിൽ കൃത്യമായ ഒരു മൊഴി രേഖപ്പെടുത്തിയാണ്. പക്ഷേ ഈ പോലീസ് കുളങ്ങര പോലീസാണ്. ഈ പോലീസ് ഈ മൊഴി അട്ടിമറിച്ചു എന്നാണ്. യഥാർത്ഥത്തിലുള്ള പരാതിയല്ല, ഈ യുവതിക്ക് പറയാനുള്ളതല്ല പോലീസ് കേട്ടത്. മറ്റൊരു പരാതി ആണ് പോലീസ് എഴുതി വെച്ചത്. ഒപ്പം തന്നെ അങ്ങനെ ഒരു പരാതിയിൽ ദുർബലമായ വകുപ്പുകൾ ചുമത്തി സ്റ്റേഷൻ ജാമ്യം മാത്രം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തി കേസെടുത്തുവെന്നാണ് യുവതിയുടെ പരാതി. പക്ഷേ ഈ സംഭവത്തിൽ യുവതി ആരോപിക്കുന്നത് ഇങ്ങനെയാണ്. യുവതി ഈ നേതാവിൻ്റെ, അതായത് നേരത്തെ തന്നെ കായംകുളത്തെ വലിയ വിവാദമായിരുന്നു, കാപ്പ ഒരു നേതാവിനെതിരെ ചുമത്തി. അതിന് പിന്നാലെയാണ് പത്തിയൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ മുൻ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള പ്രേംജിത്തിനെതിരെ ഈ യുവതി ആരോപണം ഉന്നയിക്കുന്നത്. പ്രേംജിത്തിൻ്റെ അമ്മയുടെ സ്ഥാപനത്തിലാണ് ജോലി ചെയ്ത് വന്നിരുന്നത്. ആ സമയത്ത് പലതവണയും ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാൻ വേണ്ടി നിരന്തരമായി ആവശ്യപ്പെട്ടു. പിന്നീട് അത് നിരസിച്ചു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ ഒരു ദിവസം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവിടെ പൂട്ടിയിട്ടു. അങ്ങനെ നിരവധി ആരോപണങ്ങളുണ്ട്. ലൈംഗിക ചൂഷണത്തിൻ്റെ ആരോപണങ്ങളാണ് ഉള്ളത് ഈ യുവതിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് ഈ യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതും. പക്ഷേ പരാതിയിൽ പോലീസ് കൃത്യമായി കേസെടുത്തില്ല എന്ന ആരോപണമാണ് ഉയരുന്നത്. ഇത് സംബന്ധിച്ച് പോലീസും ഒപ്പം തന്നെ പോലീസ് പറയുന്നത് ഇത് ഇവർ തമ്മിലുള്ള പ്രശ്നം ഒരു സാമ്പത്തിക പ്രശ്നമാണ്. സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള തർക്കമാണ് പിന്നീട് ഈ ഒരു പരാതിയിലേക്ക് മാറാനിടയായത്. ഈ പരാതി പൂർണ്ണമായും പ്രേംജിത്ത് നിരസിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് കള്ളക്കേസാണ്. ഈ യുവതിക്ക് മറ്റ് ചില താല്പര്യങ്ങളുടെ പുറത്താണ് യുവതി ഇങ്ങനൊരു പരാതി കൊടുക്കുന്നതാണ് ഡിവൈഎഫ്ഐ നേതാവ് കൂടിയുള്ള പ്രേംജിത്ത് നിലവിൽ അറിയിക്കുന്നത്. കായംകുളം CPMനെ സംബന്ധിച്ച് വലിയ വിഭാഗീയ പ്രശ്നങ്ങളിൽ തെരഞ്ഞെടുപ്പ് തോൽവിയിലൊക്കെ തന്നെ വലിയ വിഷമിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ രീതിയിൽ നേരത്തെ പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ കാപ്പ കേസ് ചുമത്തി. അതിന് പിന്നാലെയാണ് ഒരു യുവ നേതാവിനെതിരെ ഒരു യുവതി തന്നെ പരാതിയുമായി രംഗത്ത് വരികയും അത് പോലീസ് ആ കേസ് അട്ടിമറിച്ചുവെന്ന്, ഇയാൾ രാഷ്ട്രീയപരമായിട്ടുള്ള തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ കേസിൽ മൊഴി തന്നെ മാറ്റിച്ചു എന്നുള്ള ആരോപണം ഉയരുന്നു. എന്താണെങ്കിൽ ഇത് സംബന്ധിച്ച് യുവതി നിലവിൽ DGPക്കും മുഖ്യമന്ത്രിക്കും കൂടി പരാതി നൽകിയിട്ടുണ്ട് കേസിൽ മൊഴി മാറ്റിയത് സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണം, ഈ കേസ് ഒന്നും കൂടെ അന്വേഷിക്കണമെന്നാണ് യുവതി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. SKN. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നും ചേർന്ന്.